Q Developers, ഉപ്പും മുളകും. എന്താണ് രാവിലെ കുറെ തുണ്ടെടുത്ത് വെച്ച് കളിക്കണത്? നോക്കി പഠിപ്പിക്കണ ചായ ഇടണടി. ചായ ഇപ്പൊ തന്നെ ഇട്ടുതരാം. ആ മൂഡില ഞാൻ ഇരിക്കണേ ഇപ്പൊ. ഏത് മൂഡിലാണ്? ബാലു ബാലു പോയെ, എന്തെങ്കിലും ജോലി ഉണ്ടെങ്കിൽ അത് പോയി ചെയ്. എനിക്ക് ജോലിയുണ്ട്, നീ നിന്റെ ജോലിയൊക്കെ പഠി. രാവിലെ കുറെ തുണ്ടെടുത്ത് വെച്ച് കളിക്കണവള്. ഹലോ, ഇത് വെറും തുണ്ടല്ല, പണയം വെച്ചതിന്റെ റെസിപ്റ്റാ. പലിശ അടക്കഞ്ഞിട്ടേ ലേലം വിളിക്കാൻ പോവല്ല. പലിശെങ്കിലും കറക്റ്റായിട്ട് അടച്ചെങ്കിൽ ഇപ്പൊ ഇങ്ങനെ വരുമായിരുന്നോ? അന്നോട്ട് ഇന്നുവരെ പലിശ അടച്ചെങ്കിലേ സ്വർണത്തിന്റെ ഇരട്ടിയായന. ഇനി എടുക്കാൻ പറ്റില്ല, വൻ നഷ്ടമായിരിക്കും. ഇനി നമ്മൾ പണയം എടുക്കണ്ട, അത് കളഞ്ഞരേ. അപ്പൊ എന്റെ അരിഞ്ഞാണോ പോവാ? നിന്റെ അരിഞ്ഞാണം മാത്രല്ല, എന്റെ മാങ്ങാ പിഞ്ചുമാല, കാശുമാല ഒക്കെ ഉണ്ട് അതിന്റെ കൂടെ. ഇത് എന്നാണ് ലേലം? എവിടെ എപ്പോഴാണ് ലേലം നടക്കുന്നത്? 3 ദിവസമായിട്ടാ ലേലം. നമുക്കൊരു കാര്യം ചെയ്യാം, ആ ലേലം നടക്കുന്ന സ്ഥലത്ത് പോവാം. അതെന്തിനാ? ഇനി പണയം വെച്ച സ്വർണം നമുക്ക് കാണാമല്ലോ, അല്ലെങ്കിൽ നമുക്ക് നിന്ന് ലേലം വിളിച്ച് തിരിച്ചെടുക്കാന്ന്. അതുള്ള നല്ല ഐഡിയ. വെറുതെ വടിയാക്കല്ലേ. അല്ലമ്മ, നമുക്ക് എന്തിരുന്നാലൊന്ന് പോയി നോക്കാം. എന്നിട്ട് നമ്മുടെ സ്വർണം പുറത്തെടുത്ത് വെക്കുമ്പോ അതും കൊണ്ട് ഓടാം. അച്ഛന്റെ അഭിപ്രായമാണോ ഇത്? വന്നോളും ചർച്ചയ്ക്ക് രണ്ടെണ്ണവും കൂടി. മുങ്ങാണല്ലേ? എടാ, ഈ വിലയേറ്റ് പോയ സാധനത്തിനെ പറ്റി നീ പഠിച്ചോണ്ടിരിക്കാതെ പാടി അവിടുന്ന് വേറെ ചായട്ടുണ്ടോ? അത് പോയത് പോയി. സ്വർണം അച്ഛാ, അച്ഛാ, രണ്ടും കൂടെ നടക്കുന്നത് ഭയങ്കര ചർച്ച. അച്ഛാ, അവരുടെ മോതിരം പോയി, മാല പോയി, അത് പോയി, ഇത് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് പണയം വെച്ച സാധനങ്ങളൊക്കെ ലേലം പോവാണല്ലേ. നിന്റെ മാല വല്ലതും ഉണ്ടായില്ലേ? മാല ഉണ്ടോന്നാ? ഒന്ന് പോച്ചത് 2 പവന്റെ മാല ഉള്ളത് ഓർമ്മയുണ്ടാ? 10ാം ക്ലാസ് നല്ല മാർക്ക് കിട്ടിയപ്പോഴത്തേക്ക് നെയ്യാറ്റിയിൽ അപ്പൂമ്മ മേടിച്ചെന്ന മാല 2 പവന്റെ മാലയാണത്. അതിന് പോട്ടെ, നിനക്ക് +2 പാസ്സാകുമ്പോ 3 പവന്റെ മാല വാങ്ങിച്ചു തരും. ആര് മേടിച്ചിട്ടെങ്കിൽ 3 പവന്റെ മാല അമ്മൂമ്മയെ കൊണ്ട് ഞാൻ വാങ്ങിപ്പിച്ച് തരും. അതുമല്ല, നിനക്ക് 10ാം ക്ലാസ്സിൽ എത്ര മാർക്ക് ഉണ്ടായിരുന്നു നിനക്ക്? നിനക്ക് ഡിസ്റ്റിങ്ഷൻ പോലും ഇല്ലായിരുന്നു. ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞ് അമ്മ മാലയെന്ന് വാങ്ങിച്ച് കൊടുക്കരുന്ന് പറഞ്ഞപ്പോ അവർ എന്റെ വാക്ക് കേൾക്കാതെ നിനക്ക് വാങ്ങിച്ചു തന്നു. ആ ദേഷ്യത്തിനാണ് ആ മാല എടുത്ത് ഞാൻ പണയം വെച്ചത്. നിന്റെ ചെയിൻ നിന്റെ ചെയിൻ അമ്മ എടുത്ത് പണയം വെച്ച് ഇപ്പൊ ലേലത്തിൽ പോണതിന് മുമ്പ് ചെന്ന് വാങ്ങിടാ. പോടാ. അത് പോണെങ്കിൽ പോട്ടെ, അല്ലെങ്കിൽ ഈ സ്വർണ്ണമൊക്കെ എനിക്ക് അലർജിയാണ്, എനിക്ക് ഇഷ്ടമൊന്നുമല്ല. ഓ, ഈ ന്യൂ ജനറേഷന് ഗോൾഡ് ഇഷ്ടമല്ലല്ലോ. കറക്റ്റ്. കണ്ടാ പിടിച്ചു കുറച്ചോട്ട് ഓടേ ഉള്ളൂ. അതെ അമ്മ, അത് പണയം വെച്ചിട്ടുണ്ടെങ്കിൽ കാര്യമുള്ള കാര്യത്തിനാ. അത് അങ്ങ് പോണെങ്കിൽ പോട്ടെ, എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടല്ലോ. തള്ള എന്തെങ്കിലും ചെയ്താൽ കുഴപ്പമില്ല, ഞാൻ എന്തെങ്കിലും എടുത്ത് പണയം വെക്കണമെങ്കിൽ പ്രശ്നമാണ്. എടാ, ഞാൻ പണയം വെച്ചത് എനിക്ക് വേണ്ടി മാത്രമല്ല, അതിന്റെ പങ്ക് നീയൊക്കെ പറ്റിയിട്ടുണ്ട്. അതെ, അമ്മ പറഞ്ഞ കറക്റ്റാ. എന്തോന്ന് ഈ അച്ഛന് സ്വർണ്ണം കാണുമ്പോൾ അലർജി, അതുകൊണ്ടാണ് കൊണ്ട് പണയം വെക്കണത്. അമ്മ ഇന്നലെ എല്ലാം പറഞ്ഞ് സ്വർണ്ണമൊക്കെ ലേലത്തിന് പോകണമെന്ന്. അതിനകത്ത് അമ്മയ്ക്ക് കല്യാണത്തിന് ഇട്ട് കൊടുത്ത സ്വർണ്ണം ചെയിൻ അടക്കം ഉൾപ്പെടും. ഞാൻ സഹിച്ചു, നീ പോ. കഷ്ടമുണ്ട് അമ്മയ്ക്ക്, നല്ല വിഷമമുണ്ട് അത് കാരണം. അടക്കളയിൽ പോയി സമാധാനിപ്പിക്കും. കിട്ടണ വാങ്ങിച്ചോ, പണി കിടന്ന്. ഞാൻ പോവാ. ഞാൻ പണയം വെച്ചത് കേട്ടോന്ന് എന്റെ ആവശ്യത്തിന് വേണ്ടിയാണോ? സ്വർണ്ണം നാക്ക് വേണം, സ്വർണ്ണം. എന്റെ പൊന്നമ്മ, എന്നാലും എല്ലാ ലേലത്തിന് പോണെന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പഴക്കമുള്ള സ്വർണ്ണം അതൊക്കെ. കൊറേയൊക്കെ അമ്മയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാ. കൊറേയൊന്നും അല്ല, എല്ലാം അമ്മയുടെ ഭാഗത്തുള്ള മിസ്റ്റേക്ക് തന്നെയാ. ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലോ, അത് മതി. മിണ്ടാതിരുന്നോ, എടുത്തറിയും ഞാൻ നിന്നെ പുറത്തേക്ക്. മിണ്ടാരി. ഒന്നാമത് അമ്മ ഹൃദയം പോലെ സൂക്ഷിച്ചു വെച്ച ഓർണമെന്റ്സ് നഷ്ടപ്പെടാൻ പോണേ. അപ്പോഴാണ് അവള് ഡയലോഗ് ആയിട്ട് വന്നിരിക്കുന്നത്. ഹൃദയം പോലെ എവിടെ സൂക്ഷിച്ചു വെച്ച്? ലോക്കറിന്റെ ഉള്ളിലാ. എന്റെ പൊന്നു വിഷ്ണു ചേട്ടാ, എനിക്ക് ഓർമ്മ വെച്ച കാലം തൊട്ട് ആ സ്വർണ്ണം ലോക്കറിന്റെ ഉള്ളിൽ തന്നെയാ. ആ സ്വർണ്ണം പിന്നെ ഇവിടെ ആണ്ടിലും കൊല്ലത്തിൽ എടുക്കുകയും ചെയ്യും, അതുപോലെ തന്നെ തിരിച്ച് കയറ്റി വെക്കുകയും ചെയ്യും. പിന്നെ ഇവിടെ എനിക്ക് 2 പവന്റെ മാല തന്നായിരുന്നല്ലോ, അത് ഇവിടെ കിട്ടിയപ്പോ തന്നെ ആരൊക്കെയോ കണ്ണു വെച്ചിട്ടുണ്ടായിരുന്നു. നീ കോങ്ങണ്ട് വെച്ചിരിക്കുന്ന നോക്കണം, ഞാൻ കണ്ട്. നീ എന്നെ ഉദ്ദേശിച്ചായിട്ട് നോക്കിയത് ഓളാ മാല. നിന്റെ മാല മാത്രമല്ലല്ലോ, എവളാ നിന്റെ അമ്മയുടെ മാലയും പിന്നെ മുതലവും അരഞ്ഞണമൊക്കെ ഞാൻ പണയം വെച്ചല്ല. എന്തിന്? എനിക്ക് വേണ്ടിയാ? എനിക്ക് വേണ്ടിയല്ല, നിങ്ങളും അതിന് പങ്കുവച്ചിട്ടുണ്ട്. സ്കൂൾ ഫീസായിട്ടും വാടക കൊടുക്കാനൊക്കെ അവസരം എല്ലാം കൂടെ എന്റെ തലയെടുത്ത് പോയി. അതെ, ഇതൊക്കെ ചെയ്യേണ്ടത് ആരാ? നിങ്ങൾ തന്നെയല്ലേ ചെയ്യേണ്ടത്. കൈ കാശിലാണ് വന്നപ്പോ ഞാൻ ഗോൾഡ് തന്ന് കൊണ്ടേ കാര്യം കാണാൻ പറഞ്ഞു. അപ്പൊ ആരെടുത്ത് തരണം? ഞാൻ എടുക്കണോ? അമ്മ, ഇനിയിപ്പോ എന്തായാലും അതൊന്നും നമ്മളെ കൊണ്ട് എടുക്കാൻ പറ്റൂല. അതിനുള്ള ബഡ്ജറ്റ് നമ്മുടെ ഇല്ല. പോട്ട് കരിഞ്ഞാണം വരെ പോയി. അപ്പളാ അവൻ പറഞ്ഞത് കറക്റ്റ് ആണ്. അല്ലെങ്കിൽ ഇവിടെ മുടിയാ, നീ ആലോചിച്ച് നോക്ക്. നീ നേരത്തെ പറഞ്ഞല്ല ഇട ഇത് ഗോൾഡൊക്കെ ഇട്ടിടക്കണത് ഇപ്പോഴും ഒന്ന് ഫാഷൻ അതൊക്കെ പോയടേ പണ്ടത്തെ കാലത്ത്. ശരി, സമ്മതിച്ച്. ഇട്ട് നടക്കണ്ട, എടുത്ത് ഇവിടെ വെക്കാലോ. ഇനി എന്തെങ്കിലും ആവശ്യം വരുമ്പോ കൊണ്ടേ പണം വെച്ച് കാര്യം കാണാലോ. എന്തിന് ഇവിടെ എടുത്ത് വെക്കണത്? വല്ല കള്ളന്മാരൊക്കെ അടിച്ചോണ്ട് പോവാനാ? കൊണ്ടുപോയത് കള്ളം തന്നെയല്ലേ. ഇനി അത് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. സത്യം പറഞ്ഞ സ്വർണ്ണം പണയം വെച്ചാൽ എനിക്ക് വിഷമമുണ്ട്. ഉമ്മ
നീലു നീ ആ മാങ്ങാപ്പിഞ്ച് മാലയിട്ടുകൊണ്ട് കൊണ്ട് കാണുമ്പോഴേ ഇത്ര ഐശ്വര്യമായിരുന്നു. ആലോചിക്കൊണ്ടേ സത്യം നെഞ്ച് തേർന്നു. അമ്മ അച്ഛന് നല്ല വിഷമമുണ്ട് കേട്ടോ. അച്ഛന് വിഷമമൊന്നുമല്ല, ആ ഗോൾഡ് ഇവിടെ കൊണ്ടൊന്ന് വെക്കണം, എന്നാലല്ലേ വീണ്ടും കൊണ്ടേ പണയം വെക്കാൻ പറ്റുള്ളൂ. അമ്മ ചുമ്മാ അച്ഛനെ കുറ്റം പറയാനൊന്നും വേണ്ട. അത് അച്ഛൻ്റെ പ്രശ്നമല്ല. ചില ഫാമിലികൾക്ക് അങ്ങനെയാ. നമ്മുടെ ഫാമിലിക്ക് സ്വർണം ചേരില്ല. അത് തന്നെ, അല്ലാതെ അവരുടെ അച്ഛനെ കുറ്റം പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. എനിക്ക് ഒരു ഭാഗ്യം വേണം. കിട്ടിയ ഗ്യാപ്പ് നോക്കി അച്ഛനെ സപ്പോർട്ട് ചെയ്യാൻ കയറിയവൻ പോടാണിറ്റി. ചോടി ഇതെന്തോന്നിത്? ഇരുമ്പും കാന്തോ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ശിവ പാടി അല്ലെങ്കിൽ കേശു പാടാ. എന്തിനു നിക്കണേ നീ? പോ, സഹായിക്കണം അമ്മ. സഹായിച്ചില്ലേ ഇത്രയും നേരം, മതി. ആ സുരേന്ദ്ര, എവിടെയാണേ? വീട്ടിലില്ലേ? നെയ്യാറ്റെങ്ങനെയല്ല? സാധനം വാങ്ങിക്കാൻ പോയാ? സ്വർണം പണയം വയ്ക്കാനാ? പണയം എടുക്കാനാ? ആ ആ ഓ വെറുതെ വിളിച്ചേട്ടെ. ശരി ശരി, ഇല്ല ഒന്നുമില്ല വെറുതെ. അച്ഛാ, അച്ഛനെ ഇവിടുത്തെ ഞെരുക്കത്തിന്ന് ആശ്വാസം കിട്ടാൻ വേണ്ടിട്ടാണോ അച്ഛാ? ആശ്വാസം കിട്ടാൻ വേണ്ടി തന്നെ വിളിച്ചത്. അപ്പോഴവൻ സ്വർണം പണയം വെച്ച് എടുക്കാൻ പോണത്. ഇതെങ്ങാനും ഇവിടെ അറിഞ്ഞാലേ എൻ്റെ തല തീ കോരിയിടും. അത് ഞാൻ വിളിച്ച് പറയുകയും ചെയ്യും, വലിയ ആളാകാൻ വേണ്ടി. അച്ഛാ, അച്ഛനോട് കാര്യം ചെയ്യും. അച്ഛൻ എന്തെങ്കിലും ഒരു സന്തോഷം അല്ലെങ്കിൽ ആശ്വാസമൊക്കെ വേണ്ടേ? അച്ഛൻ്റെ ഒന്ന് മധുരയിലേക്ക് വിളിച്ചു നോക്ക്. ചുക്കനെങ്കിൽ മോനെ വിളിക്കാം. അതന്നെ, അവിടെ എന്തെങ്കിലും വിശേഷം ഉണ്ടാവുമല്ലോ. ചോദിക്കാം. അച്ഛൻ്റെ മോള് എടുക്കണില്ലല്ലേ? കളവൻ ചത്താന്തോ? அடங்கப்பா மாமா சௌக்கியமா? எங்கே இருக்க? கடையில் கடை இருக்கு. எதுக்கு? பர்ச்சேஸுக்காக இருக்கா? கனகாய் இருக்கா? கொடு கொடு கொடு. இல்லை வீட்டில். ஓகே மாமா, நீங்கள் எப்போ சொல்ல இங்கே வரும் எங்கே காணவில்லையே? வந்துடு, சீக்கிரம் வந்துடு. சரி சரி, ஓகே ஓகே மாமா. ആമേ അമ്മ എങ്ങ യാര്? ഇവിടെയാ? ഓക്കെ ഓക്കെ. എന്തേ ശരിയായില്ലേ? അപ്പൊ കാശില്ലേ? ഇനിയിപ്പോ എങ്ങനെ എടുക്കാൻ? ഇപ്പൊ എടുക്കണ്ട, ഇനി പോട്ടെ നോക്ക്. ഗോൾഡൊക്കെ കൂടി ഇവിടെ ഇരിപ്പുണ്ട്. ഓ വേണ്ട വേണ്ട വേണ്ട, ഞാൻ അങ്ങോട്ട് വിളിക്കാം. ശരി. എന്തത്? അമ്മൂമ്മയാണോ സംസാരിക്കണ കേട്ടപ്പോ തോന്നിയില്ലേ അമ്മൂമ്മയാണെന്ന്? എന്താ പറഞ്ഞു? ഞാൻ അമ്മയടുത്ത് ഗോൾഡ് എടുക്കാൻ കുറച്ച് കാശ് ചോദിച്ചതാ. ഓ അവിടെ ഒന്നുമില്ല. അല്ലെങ്കിൽ പിന്നെ അവര് തരും. നീ ചോദരി തിരിച്ചു കൊടുക്കാന്ന് പറയണേ. പിച്ച കാശ് ആർക്ക് വേണം? കൊടുക്കാന്ന് പറ. ആര് തിരിച്ചു കൊടുക്കും? നീ കൊടുക്കും. നിന്റെ അച്ഛൻ്റെ ചോദരടി. അമ്മ അച്ഛൻ്റെ അടുത്ത് ചോദിക്കാനല്ല. ചോദിക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞേ, പക്ഷെ ഞാൻ ചോദിക്കില്ല. എന്താ അങ്ങനെ പൂത്ത കാശൊന്നും ചോദിക്കുന്നത്? ഒന്ന് പോവാലോ. അച്ഛനാണ് ആ ഗോൾഡ് ഒക്കെ മേടിച്ചു തന്നെ. ഇനി പണയം വെച്ച ഗോൾഡ് തിരിച്ചെടുക്കാൻ അച്ഛൻ്റെ അടുത്ത് തന്നെ കാശ് അങ്ങോട്ട് ചോദിക്കണോ? അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കാര്യം ചെയ്യാം. പുല്ല് സ്വർണ്ണമൊക്കെ പോട്ടെന്ന് പോയി. ഇരുമ്പിന്റെ വില ഇതിനൊക്കെ കൊടുക്കാവും. അപ്പൊ കുഴപ്പമില്ലല്ലേ? എല്ലാം മണ്ണിൽ നിന്നല്ലേ വന്നത്, മണ്ണിൽ തന്നെ പോട്ടെ. എനിക്ക് പ്രാന്തി അറിയിക്കണ്ട. എല്ലാം കൂടെ നശിപ്പിച്ചിട്ട് ഇപ്പൊ ഫിലോസഫി പറയാൻ പോണു. എനിക്ക് വഴക്കിടാൻ താല്പര്യമില്ല. സ്വർണത്തിന്റെ കാര്യത്തിൽ വഴക്കിടാൻ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. എനിക്ക് എന്തായാലും എന്റെ മാങ്ങാപ്പിഞ്ച് മാല അലയാലെടുത്ത് പോകാതെ തിരിച്ചു പിടിക്കണം. തേങ്ങാപ്പിഞ്ച്, മാങ്ങാപ്പിഞ്ച്. അച്ഛാ, അമ്മ കുറച്ച് സീരിയസ് ആട്ടാ. അതല്ലേ ഞാൻ മര്യാദയ്ക്ക് ഇരിക്കുന്നത്. ഹലോ സുരേന്ദ്ര, സ്വർണ്ണം തേങ്ങയൊക്കെ എടുക്കണ കൊള്ളാം, പണം എടുക്കണേ കൊള്ളാം. ഇവിടെ വിളിച്ച് പറയരുത്. ഇവിടെ മനുഷ്യൻ ഗതിയില്ലാതെ നിൽക്കുകയാണ് കേട്ടാ. അച്ഛനെ പറ. നീ നിന്റെ ലെസൺസ് എല്ലാം കംപ്ലീറ്റ് ചെയ്താ? ഒന്നും കംപ്ലീറ്റ് ചെയ്തില്ലടാ, അതാ എനിക്ക് ടെൻഷൻ. എന്നാ നിന്റെ എക്സാം തുടങ്ങാൻ പോണേ?
13th. ലച്ചു ലച്ചേ എന്താമേ ഇതേ ഞാൻ ചിലപ്പോൾ 2 മണി കഴിയും വരാൻ വൈകുകയാണെങ്കിൽ ഫുഡ് എടുത്ത് കൊടുത്തേക്കണം എല്ലാവർക്കും. അമ്മ എവിടെ പോണ്? ഞാൻ ആ പാടിയോട്ട് ഫിനാൻസിൽ ഒന്ന് പോയിട്ട് വരാം. ആ ലേലത്തിന് തന്നെ സംസാരിക്കാൻ വേണ്ടിയാണോ? ആ സംസാരിക്കാന്ന് വെച്ചാൽ അവിടെ ചിലപ്പോൾ പലിശ മൊത്തം അടയ്ക്കേണ്ടി വരും, അല്ലെങ്കിൽ കംപ്ലീറ്റ് ക്യാഷ് അടയ്ക്കേണ്ടി വരും. അവരെ പോണ്ടിരുന്നോ പോരെ, എത്ര കഷ്ടപ്പാടാണ്. മാനേജറെ പരിചയമുണ്ടല്ലോ, ഒന്ന് പോയി സംസാരിച്ച് നോക്കട്ടെ. അല്ല അവിടെ പണയം വെച്ചിട്ടില്ലേ, അവിടെ തിരിച്ചെടുക്കാൻ വേണ്ടി അപ്രോസ്പെക്ട് എത്ര രൂപ? കുറച്ച് പൈസയാവും. കുറച്ച് പൈസ എക്സാക്ട് എത്ര രൂപ പറയണേ, റൗണ്ട് എമൗണ്ട് ഇല്ലേ അതിന്? പറ ഇപ്പൊ എടുത്തു തരും. നടക്കാം. ആ മാങ്ങാ പിഞ്ച് മാല, വള 45,000. പിന്നെ ഇവന്റെ മാല മറ്റേ എന്താണ് കേശുവിന്റെ അരഞ്ഞാണം. എടി എല്ലാം കൂടെ കണക്കും കൂട്ടി പലിശ സഹിതം എടി നോട്ടീസ് അയച്ചത്. പിന്നെ മാങ്ങാ പിഞ്ച് തേങ്ങാ പിഞ്ച് എന്ന് പറഞ്ഞിട്ട് ഒരു സെപ്പറേറ്റ് പറയുന്നത്. മൊത്തത്തിൽ എത്ര രൂപ എന്ന് പറ. മൊത്തത്തിൽ 2.5 ലക്ഷം ഉണ്ടോ കയ്യിൽ? തരുവോ? അത്രേ ഉള്ള. അപ്പൊ 2.5 ലക്ഷം രൂപ വേണം. അത് കൂട്ടിയാൽ കൂടൂല, അത് വിട്ടരേ. ഒരു 1.5 ആണെങ്കിൽ നമുക്ക് ഒന്ന് ശ്രമിച്ചിട്ട് വിട്ടളായത്. ഞാൻ പോണു. അമ്മ ഞാനും വരട്ടാ. വേണ്ട, ഞാൻ പോയിട്ട് വരാം. ഈ എടുക്കാനും പിടിക്കാനും ഇവന് എന്തിനാ അവിടെ വരെ പോണത്? എന്റെ മാങ്ങാപ്പിഞ്ച് മാലയിൽ എനിക്കൊന്ന് എടുക്കണം. 24,000 രൂപ മതി അതെടുക്കാൻ. അത് പോയി എടുത്തിട്ട് വരാം. അത്രയും പൈസ നിന്റെ കയ്യിലുണ്ടാ? അത്രയും കാശില്ലെങ്കിലും കുറച്ചുണ്ട്. ബാക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ സുഷമയെ വിളിക്കും. ആരെന്ന്? സുഷമയെ വിളിക്കൂന്ന്. ഇത് വെരി വെരി വെൽ പ്ലാൻഡ് ആണ്. സുഷമയെ വിളിക്കും. നിനക്ക് ഇരഞ്ഞാണോ? ഒന്നും ഇടായിരിക്കും. അച്ഛനോട് പറ, ഒരു കയറിയിട്ട് തരാറില്ലേ? അച്ഛൻ്റെ വയറേ ഉള്ളൂ. ആ അച്ഛനല്ലെങ്കിലും സമ്പാദ്യം ഇപ്പൊ വയറ് മാത്രമേ ഉള്ളൂ. ഞാൻ ഒന്നും പറയണില്ല, കാരണം ഞാൻ ഒരു ചെറിയൊരു തെറ്റ് ചെയ്ത് അതിന്റെ പ്രായച്ചിത്തം ചെയ്യാൻ വേണ്ടിയാണ് അവള് പോണത്. അവള് എടുത്തിട്ട് വരട്ടെ, അവളെ ചപ്പാ കുറിച്ച് അടിച്ച് നീറ്റാക്കി ഞാൻ. അവള് എടുത്തിട്ട് വരട്ടെ. നിനക്ക് അറിയാനായിട്ടല്ലേ പഠിത്തം വരുമല്ലോടെ? എന്ത് ഒന്നുമില്ല. നിനക്ക് വേണ്ട അറിഞ്ഞാണോ? അറിയണം വേണോ? എനിക്കില്ലായിരുന്നല്ല അറിഞ്ഞാണോ? മേടിച്ചു തരുമോ? പിന്നെ എന്ത് തിരിച്ചോണ്ടിരിക്കും? ഒന്നും തിരിയണമില്ല, വെറുതെ ഇട്ട് തിരിച്ചോണ്ടിരിക്കും. പരീക്ഷ എത്രയായി? 13th. ആ നേരെ പാടി. ആ പെണ്ണവിടെ എന്ത് ചെയ്യണത്? വെട്ടി കളിക്കണ? പരീക്ഷ ഇതാ ജോലി? വെട്ടിക്കളിക്കല്ല, ഞങ്ങള് മറ്റേ യൂട്യൂബേഴ്സ് ഇല്ലേ, അത് വെട്ടി. യൂട്യൂബ് അല്ല, യൂട്യൂബേഴ്സ്. ബട്ട് അല്ലെങ്കിൽ ബട്ട് ഔട്ട് പുട്ട് അങ്ങനെയൊക്കെ പറയില്ലേ? അതൊക്കെ യൂട്ടിയില്ലേ? അങ്ങനത്തെ വേർഡ്സ് വെട്ടിട്ട് മിസ്സിന് കൊടുക്കാൻ പറഞ്ഞു. അതുകൊണ്ടാ. നീ എത്ര പഠിക്കുന്നത്? 2 പഠിക്കുന്ന യൂറ്റിയാ? അച്ഛാ, ആ യൂട്ടി അല്ല ഉദ്ദേശിച്ചത്. യൂട്യൂബ് അക്ഷരമില്ലേ, ഔട്ട് അങ്ങനെയൊക്കെ നമ്മൾ ചെയ്യത്തില്ലേ? കംപ്ലീറ്റ് ഔട്ടും പോയി കിടക്കട്ടെ. നിന്റെ അമ്മ വിളിച്ചാടാ? അമ്മയാ? എനിക്ക് ഫോണില്ല. ലച്ചുനെ വിളിച്ചത് അതറിയില്ല. അച്ഛൻ വിളിച്ച്. എന്താ? നിന്റെ അമ്മ വിളിച്ചാ? ഇവള് എവിടെ പോയി കിടക്കണത്? സ്വർണം കുഴിച്ചെടുക്കാൻ പോയാ? എന്താണെന്ന് ഒച്ച ഉണ്ടാക്കണത്? അമ്മ ഇവരെ വിളിച്ചില്ലെന്ന്. അതിനെ കിടന്ന് ഒച്ച ഉണ്ടാക്കണ എന്തിന്? ഫോൺ എടുത്ത് വിളിക്കാൻ തന്നെ പോണത്. ആ നിനക്കൊക്കെ വേണ്ട, എനിക്ക് വേണമല്ലോ. ഹലോ, എവിടെ നിൽക്കണ്? അവിടെ തന്നെ ഉണ്ടാ? പിന്നെ ചേട്ടാ വരാതെന്ത്? പൈസ കിട്ടിയാ? ആ സുഷമ വന്ന് കൊണ്ടുവന്നു. ശരി എങ്കിൽ പെട്ടെന്ന് വാ. പഠിച്ച കള്ളി ഇതുപോലത്തെ കള്ളി ഞാൻ ജമ്മത്ത് കണ്ടിട്ടില്ല. സുഷമ കൊണ്ടുകൊടുത്തത്. എടാ, ഇത് അവിടെ പൈസ ഉണ്ടോ? അവളെ മാലെടുക്കാൻ വേണ്ടി അവിടെ തന്നെ പൈസ ഉണ്ട്. അല്ല, സുഷമ കൊണ്ടുകൊടുത്തൊന്നുമല്ല. അമ്മ അങ്ങനെ കള്ളത്തിനൊന്നും പറയത്തില്ല കേട്ടാ. എടാ ഇറക്കാമെങ്കിൽ പിന്നെ അവളെ മാല എടുക്കാൻ വേണ്ടി മാത്രം എടുത്തടാ പൈസ. അപ്പൊ ബാക്കിയെല്ലാ മാല അവിടെ ഇരിക്കിട്ട് നിന്റെ മാലയൊന്നും അവിടെ പ്രശ്നമില്ല കേട്ടാ. അവളെ മാല മാത്രം എടുക്കാൻ നമുക്ക് പൈസ ഉണ്ട്. അത് തന്നെ എന്റെ അരിജനത്തിന്റെ കേസ് പറഞ്ഞപ്പോ തലക്കളഞ്ഞു. നിന്റെ മാല ഗോവിന്ദ അടിച്ചോളൂ. എനിക്ക് വേണ്ട പറഞ്ഞില്ല ഞാൻ രാവിലെ മാല. പോണെങ്കിൽ പോട്ടെ. നെയ്യാറ്റിൻകരയുടെ അമ്മൂമ്മ എനിക്കൊരു മാല എന്നതാ, അത് പോയ വഴി അറിഞ്ഞില്ല. അത് എന്തായാലും മച്ച്. അപ്പൊ അതും കൂടെ എടുക്കണ്ടേ അവൾക്ക്? അപ്പൊ അത് നമുക്ക് നോട്ടമൊന്നുമില്ല. സെൽഫിഷ് അല്ലേ? ഇവിടെ കുട്ടമ്പിളായിരുന്നു പൈസ വാങ്ങിച്ചെങ്കിൽ എല്ലാ പണയിരിക്കുന്ന എല്ലാ പണ്ടും കൂടെ എടുത്തുകൂടായിരുന്നു ഇടയിൽ. അപ്പൊ അപ്പൂപ്പൻ എങ്ങനെ തിരിച്ചു കൊടുക്കും പൈസ? അത് ഈ എടുത്ത പണ്ടത്തിനോട് കൂടെ തിരിച്ച് പണയം വെച്ച് ആ പൈസ കൊടുക്കണം. പിന്നെ എന്തിനാ എടുക്കണെന്തിന്? അതാണ് ഞാൻ ചോദിക്കുന്നത്. പിന്നെ എന്തിനു പണം എടുക്കണേ? ആ സ്ഥാപനത്തിന് ഇരിക്കണ്ടേ? അവിടെ ഇരിക്കട്ടെ. ഏതൊക്കെ രീതിയിൽ എന്റെ അമ്മയെ കുറ്റപ്പെടുത്താൻ പറ്റണോ അങ്ങനെയൊക്കെ ചെയ്യണം, പറയണോട്ടാ.
എടാ മുടിയാ എടാ നിന്റെ അമ്മ എന്നെ കുറ്റപ്പെടുത്തുമ്പോ നിനക്ക് വിഷമില്ലടാ. എന്നെ കുറ്റപ്പെടുത്തുന്നതിന് അച്ഛൻ ഓരോ തരികട കാണിക്കുമ്പോൾ ഓരോ ചോദ്യം ചോദിക്കും, അച്ഛന് വിഷമാവും. അതിന് ഞങ്ങൾ എന്ത് വിഷമിക്കണത്? നിങ്ങൾക്ക് വിഷമില്ലല്ലേ? ശരിയടാ, ഞാൻ ഒറ്റയ്ക്ക് വിഷമിച്ചോളാം. എനിക്ക് കുറച്ച് വിഷമം തരോടാ. എന്തിന്? നിനക്കൊക്കെ കലക്കി തരാൻ. എല്ലാവരും എന്തിന്? ചായ ഞാൻ ചായ ഇട്ട് തരാൻ വിചാരിച്ചത്. ചായ വേണ്ട, ഒരു മണ്ണാൻ കെട്ടാൻ വേണ്ട. ഇവിടെ ഇരിക്കും പോവണം. ചായ. എന്റെ ദൈവമേ, എന്താ നോക്കിക്കൊണ്ടിരിക്കണത്? അരഞ്ഞാണോ നിനക്ക് പറയിപ്പിക്കുന്നുണ്ടോ? എന്ത്? ഞാൻ എനിക്ക് ചായ ഇടാനാണ് ഞാൻ വന്നത്. പഞ്ചസാര ഇടച്ചാ എനിക്കറിയാം. പോ പഞ്ചസാര ഇടാൻ. അത് ഓണായിട്ടില്ല, പിന്നെ പഞ്ചസാര ഓണാക്ക്. ഇത് ഓണാവില്ലല്ലേ? അതെ, എനിക്കും ചായ വേണം. ചായ ഉണ്ടോ? ആ മതി. ഇനി വയ്ക്കോ, വയ്ക്കോ. ഇട്ടോണ്ട് വരുമോ? കൊണ്ടുവരോ? അതിൽ ഇത് നിന്റെ അമ്മ വരുമ്പോ ഞാൻ കൊടുക്കാൻ. ഇങ്ങനെ വേണം ചായ ഇടാൻ, അല്ല ഓണാക്കാൻ. തിളച്ച് പറഞ്ഞാ ജയലിട്ടാര്? ഞാൻ തന്നെ. കറക്റ്റ് ആയിരുന്നു. എന്തൊക്കെ ഇട്ടിരിക്കണത്? ഇല്ല, ഇതില് മുളക് പൊടി, മല്ലിപ്പൊടി, പിന്നെ കുറച്ച് ഇറച്ചി മസാല എന്തൊക്കെ ഇട്ടേക്കണം. അവിടെ മുടിയാ വളർന്ന് പന്തലിച്ചില്ല. ചായ എന്തൊക്കെ ഇട്ടേക്കണെന്ന് തള്ളഞ്ഞ് വരട്ട്. അവളെ മാല എടുത്തിട്ട് മാങ്ങാപ്പിഞ്ച്, മാല, തേങ്ങാപ്പിഞ്ച്. ഷുഗർ വരും. അല്ലെങ്കിൽ ആ കൊച്ചു പിള്ളേരെ മാല അവിടെ ഇരിക്കണം, അത് എടുത്തോണ്ട് പറഞ്ഞു. അവളെ മാല മാത്രം വാങ്ങിക്കാൻ പോയി. ഇവിടെ കെട്ട് ആരമ്പോ ചെളിഞ്ഞ് കാണിക്കാനടാ മാല, തേങ്ങാപ്പിഞ്ച് വാങ്ങിച്ചാടുന്നു. എടുത്ത് ഒഴിച്ചു ഞാൻ. ലച്ചു, ലച്ചേ, മാല എടുത്താമേ. പിന്നെ എടുക്കാണ്ട് എത്രയായി പൈസ? പലിശ കൂടി കുറച്ചായി. ഇനി പണയം വെക്കാൻ ആർക്കും കൊടുക്കൂല ഞാനത്. കിടക്കട്ട്, കഴുത്തി നിറക്കണ്ട. ഇഷ്ടമുള്ള മാലല്ലേ മാങ്ങാപ്പിഞ്ച്, പോകുമ്പോൾ കൊണ്ടുപോവാ. ഓ, കൊണ്ടുപോയിക്കോളാം. അമ്മേ, എന്തായാലും അമ്മേന്റെ അരിഞ്ഞാണം കൂടെ എടുക്കണ്ടായിരുന്നു. അച്ഛനോട് പറയണ എടുത്തു തരുമായിരുന്നാണം. അച്ഛൻ എടുത്തു വെച്ചാ? മക്കളെ 3 പവന്റെ അരഞ്ഞാണ് നിനക്ക് ഞാൻ എടുത്തു തരും. പിന്നെ അച്ഛൻ എടുത്തു തരും 3 പവന്റെ കറുത്ത ചരട്. അമ്മ, എന്റെ മാല പോയല്ലേ? നിന്റെ മാല പോയി, അവൾക്ക് അതിരെ നേരം. എടി എവള് ഞാൻ നേരത്തെ പറഞ്ഞു സെൽഫിഷാണ്. അവളെ മാല മാത്രം അവൾ എടുത്തോണ്ടിച്ച് വന്നു. താണ്ടേക്കിട്ട് എടുത്തേ. അയ്യ, അമ്മ പറഞ്ഞ വേദവാക്യം വിട്ടി. എടാ നിന്റെ മാല പോയില്ല, നിനക്ക് ഒരു വിഷമമില്ല. വിഷമം ഇല്ലെന്ന്. കണ്ണാടി കൂട്ടും കൊണ്ട് നിൽക്കും. കണ്ണാടി കൂട്ടും. അതെ, എനിക്ക് പിന്നെ എന്റെ കാര്യം നോക്കണ്ടേ. പണയം വെച്ചത് ഞാനല്ല, എങ്കിലും ഞാൻ ആ മാല പോയി പണയം എടുപ്പിച്ചല്ല. അത് തന്നെ വലിയ കാര്യം. പിന്നെ വലിയ കാര്യം. എന്തായാലും അമ്മ മാല എടുത്തല്ലേ? എന്താ മാങ്ങാപ്പിഞ്ച? അത് കാണിച്ചേ. ഇല്ല, കാണിക്കമ്മേ. ഞാൻ പോണ പുല്ലി. അച്ഛ വെറുതെ ഈഗോ കാണിക്കാതെ ഇങ്ങോട്ട് വന്നേ. ചേട്ടത് എടുക്കുമ്മ. അവിടെ ഇരിക്കട്ടെ, ഞാൻ നോക്കിക്കോളാം. പിന്നെ കാണിക്കും. ഇത് അച്ഛന്റെ മാലയല്ലേ? അച്ഛന്റെ മാല. അമ്മ ഇതാണ് അമ്മ എടുത്തേ? ഇതാ എടുപ്പിച്ചേ. 3 പവനാ. കല്യാണത്തിന് അച്ഛന് വീട്ടിൽ നിന്ന് ഇട്ടുകൊടുത്തതാ. വേറെ ആരുടെ സ്വർണം നഷ്ടപ്പെട്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. അച്ഛന്റെ ഒന്നും നഷ്ടപ്പെടരുതെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇങ്ങ് വന്നേ, ഇങ്ങ് വാ, ഇങ്ങ് വാന്നേ. എന്നാ മാല ഇട്, ഇട്. ശരി, ഞാൻ തന്നെ ഇട്ട് തരാം. കൊള്ളാല്ലേ? എന്തേ ഒന്നും മിണ്ടായില്ലേ? എന്തെങ്കിലും മിണ്ട്. ഇങ്ങനെ തോപ്പിച്ചളഞ്ഞില്ലേ കൂട്ടമ്പിള്ളേരെ മോളെ? അമ്മ അച്ഛന്റെ കഴുത്തി താലിയും കെട്ടി, അച്ഛന്റെ കണ്ണും നിറഞ്ഞു. നീലു, ഇത് വിറ്റ് എത്ര രൂപ കിട്ടും? തല്ലി കൊല്ലു ഞാൻ.